പ്രിയ കുട്ടികളെ, സ്മിത ടീച്ചറാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയെടുത്ത ഒരു ചോദ്യമുണ്ടായിരുന്നു. എല്ലാ ഷെല്ലിലും വിച്ച് സബ്ഷെൽ ഈസ് കോമൺ ടു ഓൾ ഷെല്ല്. എല്ലാ ഷെല്ലും, അതായത് കെ എടുത്താലും കെ ഷെല്ല് എടുത്താലും എൽ എടുത്താലും എം എടുത്താലും എൻ എടുത്താലും എല്ലാ ഷെല്ലിലും ഉള്ളതാണ് എസ് എന്ന് പറയുന്ന സബ് ഷെല്ല്. കെയിൽ എസ് മാത്രമേ ഉള്ളൂ. എന്ന് പറയുന്ന സെക്കൻഡ് ഷെല്ലിൽ എസ്സും പിയും ഉണ്ട്. എം എന്ന് പറയുന്ന തേർഡ് ഷെല്ലിൽ എസ്സും പിയും ഡിയും ഉണ്ട്. എൻ എന്ന് പറയുന്ന ഫോർത്ത് ഷെല്ലിൽ എസ് പി എ ഡി എ എഫ് എന്ന് പറയുന്ന 4 സബ് ഷെല്ലുണ്ട്. അതായത് ഏതാണോ നമ്മുടെ മെയിൻ ഷെല്ലിൻ്റെ നമ്പർ അത്രയും സബ് ഷെൽ ഉണ്ടാകും. എല്ലാത്തിലും തുടക്കത്തിലെ ഏറ്റവും ചെറിയ സബ് ഷെൽ എന്ന് പറയുന്നത് എസ് സബ് ഷെല്ലാണ്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ ഒരു പേര്, കെ ഷെല്ലിലെ ആദ്യത്തെ സബ് ഷെല്ല് നമ്മൾ എങ്ങനെ എഴുതും, അതാണ് ഇവിടെ നമ്മളെ അടുത്തതായിട്ടൊന്ന് പഠിപ്പിച്ചിരിക്കുന്നത്. കെ സബ് ഷെല്ലിന് n = 1 എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് അതിലെ എസ് എഴുതുന്നത് 1s എന്നാണ്. ബാക്കിയുള്ള ഓരോ സബ് ഷെല്ലുകളെയും ശരിക്കും എങ്ങനെയാണ് പറയുന്നതെന്ന് അടുത്ത പേജിൽ ഒരു ചാർട്ടുണ്ട്, നമുക്കത് നോക്കാം. ഓരോ ടേബിൾ പരിശോധിക്കുമ്പോഴും നിങ്ങളിങ്ങനെ മൊത്തത്തിലൊന്നും നോക്കണ്ട, ഓരോ നിരയും നമുക്കറിയാമോ എന്ന് നോക്കുക. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n ആണെങ്കിൽ n 1 ആണെങ്കിൽ k ആണ്, 2 ആണെങ്കിൽ l ആണ്, 3 ആണെങ്കിൽ m ആണ്, 4 ആണെങ്കിൽ n ആണ് എന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി കെയിൽ ഒരു സബ് ഷെല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എസ്. അതിനെ 1s എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സബ് ഷെല്ലിനെ 1s എന്നും രണ്ടാമത്തെ ഷെല്ലിന് എൽ ഷെല്ലിന് എസ്സും പിയും ഉണ്ട്. അപ്പോൾ അവയെ എങ്ങനെ എഴുതാം? 2s 2p. 3ക്കോ 3s 3p 3d. ഇനി ഫോർത്ത് ഷെല്ലിന് നമുക്ക് എല്ലാവർക്കും അറിയാം എസ് പി എ ഡി എ എഫ് എന്നീ സബ് ഷെല്ലുണ്ട്. ആ സബ് ഷെല്ലുകളെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? 4 കൂടി ആ ഷെല്ലിൻ്റെ നമ്പരും സബ് ഷെല്ലിൻ്റെ അക്ഷരവും, ഷെല്ലിൻ്റെ നമ്പരും സബ് ഷെല്ലിൻ്റെ അക്ഷരവും 4f അവർ നമുക്ക് വേണ്ടി തന്നിട്ടുമുണ്ട്. അടുത്തതായിട്ട് മറ്റൊരു ടേബിളാണ്. ആ ടേബിളിൽ ഓരോ സബ് ഷെല്ലിലും ഉള്ള ഇലക്ട്രോൺ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് നമുക്ക് ചോദ്യങ്ങൾ. അപ്പോൾ നമുക്കറിയാവുന്ന നോക്കാം. പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്ന നമ്പർ 1 2 3 4 എന്ന് കൊടുത്താൽ അറിയാം. 1 എന്ന് പറഞ്ഞാൽ കെ ആണ്, 2 എന്ന് പറഞ്ഞാൽ എൽ ആണ്, 3 എന്ന് പറഞ്ഞാൽ എം ആണ്, 4 എന്ന് പറഞ്ഞാൽ എൻ ആണ്. ആ ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു. 1 എന്ന് പറയുന്നതിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, 1s. 2വിൽ 2sഉം ഉണ്ട്, 2pയും ഉണ്ട്. ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചായിരുന്നു അല്ലേ? ഇനി അതുപോലെ 3ൽ 3s ഉണ്ട്, 3 കൂട്ടി p ഉണ്ട്, 3 കൂട്ടി d ഉണ്ട്. 1 2 3, 3ൽ 3 സബ് ഷെല്ല്. 4 സബ് ഷെല്ലുണ്ട്, 4p 4 കൂട്ടി d 4 കൂട്ടി f, 4s 4p 4d 4f. ഇനി ഓരോന്നിലും ഓരോ സബ് ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളാണ്. എസ് അത് 1s ഉണ്ട്, 2s, എല്ലാത്തിലും എസ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ഒന്നാമത്തെ ഷെല്ലിലുള്ള സബ് ഷെല്ല് 1s, രണ്ടാമത്തെ ഷെല്ലിലുള്ളത് 2s. എസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആ എസ്സിലെല്ലാം 2 ഇലക്ട്രോണേ പറ്റുകയുള്ളൂ. അപ്പോൾ എസ് മാത്രം കണ്ടുപിടിച്ച് ഞാൻ ഇട്ടു. അപ്പോൾ അത്രയും കോളം തീർന്നു കിട്ടി. ഇനി എവിടെയൊക്കെ പി കണ്ടാലും, ഏത് പി ആണെങ്കിലും കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു, പിക്ക് എപ്പോഴും 3 ഓർബിറ്റൽ ഉണ്ട്. അതുകൊണ്ട് അതിൽ 3ലും 2 ഇലക്ട്രോൺ വെച്ച് വരുമ്പോഴാണ് ഈ 6 വന്നത്. ഇനി ഞങ്ങളത് ഒന്നും മനസ്സിലായില്ലെങ്കിലും പിയിലെല്ലാം 6 ഇലക്ട്രോൺ. അത് 3p 2p ആണേലും 3p ആണേലും 4p ആണേലും എല്ലാ ഡി ഷെല്ലുകളിലും പരമാവധി 10 ഇലക്ട്രോണാണ് പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു 4d കൂടിയുണ്ട്, 10. ഇനി ഇതിലെ ഓരോന്നിലെയും കൂട്ടുമ്പോൾ ഒന്നാമത്തെ ഷെല്ലിലെ മാക്സിമം ഇലക്ട്രോൺ 2 എന്നും, രണ്ടാമത്തെ ഷെല്ലിൽ 2 6 8 എന്നും, മൂന്നാമത്തെ ഷെല്ലിൽ 2 6 10 കൂടെ കൂട്ടി 18 എന്നും, നാലാമത്തെ ഷെല്ലിൽ 2 6 10 14 കൂടെ കൂട്ടി 32 എന്നും കിട്ടും. ഇത്രയും വഴികൾ ചെയ്യാതെയും ഈ നമ്പർ കിട്ടാൻ നമുക്ക് ഒരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 2n². അപ്പോൾ 2 × 1² എന്ന് പറയുമ്പം 2 × 1 2,
2 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 4 8, 2 ഇൻറ്റു 3 സ്ക്വയർ കണ്ടോ, ഈ 3 എവിടെ നിന്ന് വന്നു, എന്നിൻ്റെ വിലയാണ്, ഇതുണ്ട് എൻ സ്ക്വയർ, 2n സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ 2 ഇൻറ്റു 4 സ്ക്വയർ, അപ്പോൾ 2 ഇൻറ്റു 16 32. നിങ്ങൾ പതുക്കെ ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ ഒരു ഇക്വേഷൻ അഥവാ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ ഫോർത്ത് ഷെല്ലിലെ ഇലക്ട്രോൺ 32 ആണെന്ന് കണ്ടെത്താമായിരുന്നു. ആ ഫോർത്ത് ഷെല്ലിൽ 32 വന്നത് ഒറ്റയടിക്ക് വന്നതല്ല, അതിലെ 4s 2 എണ്ണം, 4p 6 എണ്ണം, 4d 10 എണ്ണം, 4f 14 എണ്ണം, അങ്ങനെയാണ് മൊത്തത്തിൽ 32 ആയത്. നമ്മൾ ഈ പാഠം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, ഷെല്ലുകൾ കെ ഷെല്ലാണ് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ലിനാണ് ഏറ്റവും എനർജി കുറവ്. ടീച്ചറിൻ്റെയും കുട്ടികളുടെയും ഒക്കെ കാര്യം പറഞ്ഞ് ടീച്ചർ പറഞ്ഞായിരുന്നു. ടീച്ചറിൻ്റെ അടുത്തിരിക്കുന്ന ബെഞ്ച് പോലെ ന്യൂക്ലിയസിൻ്റെ അടുത്തിരിക്കുന്ന കെ ഷെല്ലിനാണ് എനർജി കുറവും, അതിൽ ഇലക്ട്രോണിനാണ് എനർജി കുറവ്. അതുപോലെ തന്നെ സബ് ഷെല്ല് നോക്കുമ്പോഴും ഏറ്റവും എനർജി കുറവ് എസ് സബ് ഷെല്ലിനും, അത് കഴിഞ്ഞ് എനർജി കൂടുതൽ പിക്ക്, പിന്നെ കൂടുതൽ ഡിക്ക്, പിന്നെ എഫ് എന്നിവയ്ക്കാണ്. ഇനി ഇലക്ട്രോൺ ഫില്ല്, ഓരോത്തിലും ഇലക്ട്രോൺ വരുന്നത് ഓരോന്നിൻ്റെയും എനർജി അനുസരിച്ചാണ്. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത്, ഇലക്ട്രോൺസ് ആർ ബീയിങ് ഫിൽഡ്, ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് എവിടെ, ഓരോ ഷെല്ലിലും ഓരോ സബ് ഷെല്ലിലും അക്കോർഡിംഗ് ടു ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. അപ്പോൾ ഏറ്റവും ചെറിയതിന് എനർജി ഉള്ളതിന് ആദ്യം ഫില്ല് ചെയ്യും, പിന്നെ എനർജി കൂടി വരുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഫില്ല് ചെയ്ത് പോകും. അതിനുവേണ്ടി ഉള്ള നിയമങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ അടുത്ത പേജിൽ പഠിക്കുന്നത്. സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന ആ രീതിക്കാണ്. എങ്ങനെയാണ് ആ രീതി, ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്ന് പറഞ്ഞാലോ, ചെറിയ എനർജി ഉള്ളതിൽ നിന്ന് വലിയ എനർജി ഉള്ള സബ് ഷെല്ല് വരെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെയാണ് സബ് ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സബ് ഷെൽ, സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺ വെക്കുന്നത്. അങ്ങനെ വെക്കുന്നതോ ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഓഫ് സബ് ഷെൽ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി ഓരോ സബ് ഷെല്ലിൻ്റെയും എനർജി കണ്ടുപിടിക്കാനായിട്ട് വളരെ ലളിതമായ ഒരു മാർഗ്ഗം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അതിൻ്റെ ആ ഒരു സബ് ഷെല്ലിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഏതാണെന്ന് നോക്കുക, അതുപോലെ തന്നെ അസിമിച്വൽ ക്വാണ്ടം നമ്പർ എന്നാന്ന് നോക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടുക, n+l വാല്യൂ കൂട്ടി നോക്കുക. ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ആ n+l വാല്യൂ കണ്ടുപിടിക്കുന്നത്. എന്തിനാണ് കണ്ടുപിടിക്കുന്നത്, ആർക്കാണ് എനർജി കൂടുതൽ, ഏത് സബ് ഷെല്ലിനാണ് എനർജി കൂടുതൽ കുറവ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമുക്ക് 1s, ഒന്നാമത്തെ ഷെല്ല് ഒരു സബ് ഷെല്ലില്ലേ, അതിനെ 1s എന്നാണ് പറയുന്നത്. n അതുകൊണ്ട് അത് 1ഉം, എങ്ങനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് n, അത് 1ഉം. s എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞത്, l = 0. s എവിടെയൊക്കെ കണ്ടോ അവിടെ l = 0 ആണ്. അപ്പോൾ n+l കണ്ടുപിടിക്കാം. 1+0 എന്ന് എഴുതണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതുപോലെ രണ്ടാമത്തെ ഷെല്ലിൻ്റെ എസ് സബ് ഷെല്ലിനെ 2s എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് n2ഉം എസ് സബ് ഷെല്ലാണോ l 0യും ആയിരിക്കും. ഓരോ എസ് സബ് ഷെല്ലിനും l 0 ആയിരിക്കും. രണ്ടും കൂടെ കൂട്ടിയെടുത്തപ്പം n+l എന്ന് പറഞ്ഞാൽ 2+0 2 എന്ന് കിട്ടി. നമ്മുടെ n+l റൂൾ അനുസരിച്ച് ഏതിനാണോ ആ വില കൂടുതൽ ആ സബ് ഷെല്ലിനാണ് മോർ എനർജി. 2sന് മോർ എനർജി താൻ 1s. വളരെ സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? അടുത്തത് ഒരെണ്ണത്തിൻ്റെ കൂടെ കണ്ടുപിടിച്ചിട്ട് ഒന്ന് പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ആ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അതിനുവേണ്ടി ഇവിടെ തന്നിരിക്കുന്നത് 2pയും 3sഉമാണ്. നമുക്കിവിടെ 2p എന്ന് എഴുതാം. ആ 2pയുടെ n എന്ന് പറഞ്ഞാൽ 2 ആണ്. അതിൻ്റെ l എന്ന് പറഞ്ഞാൽ പിക്ക് നമുക്കറിയാം അത് 1 ആണ്. എല്ലിൻ്റെ p എവിടെ കണ്ടാലും എല്ലിൻ്റെ വില 1 ആണ്. അപ്പോൾ n+l എന്ന് പറഞ്ഞാൽ ഓരോന്നും എഴുതുവാണ്. n+l എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 1 3 ആണ്. അടുത്തത് 3sൻ്റെ കൂടെ നോക്കാം. n എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വിലയാണ്, അത് 3 ആണ്. എസ്സിന് ഓരോ l വാല്യൂവും 0 ആണ്. സോ ഇവിടെ
n+l എന്ന് പറഞ്ഞാൽ 3ഉം 0ഉം കൂടെ ചേർന്ന് 3ആണ്. 2നും 3 എന്നാണ് വില കിട്ടിയത്. അപ്പോൾ നമ്മൾ ഏതാണ് കൂടുതൽ എനർജി ഉള്ളത് എടുക്കുക എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഏതിനാണോ ഇവിടെ നോക്കുമ്പോൾ n വില 2നും കൂട്ടി നോക്കിയപ്പോൾ 3ആണ്. അങ്ങനെയാണെങ്കിൽ ഏതിനാണ് n വില കൂടുതൽ അതാണ് കൂടുതൽ എനർജി ഉള്ളത്. n വില ഇവിടെ കൂടുതൽ, എന്നിൻ്റെ വില കൂടുതൽ ഏത് സബ്ഷെല്ലിനാണോ അതെടുക്കണം. ഒരുപോലെ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ വില വന്നാൽ. ഈ പാരഗ്രാഫിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. n വാല്യൂ ഫോർ 2p ആൻഡ് 3s ആർ സെയിം. നമ്മളും കണ്ടുപിടിച്ച് നോക്കി, സെയിം ആണ്. അങ്ങനെയുള്ള കേസസിൽ സബ്ഷെൽ വിത്ത് ഹയർ n വാല്യൂ ഹാസ് മോർ എനർജി. 3s ഓർബിറ്റലിന് 3 ആണ് n വാല്യൂ, അതുകൊണ്ട് 3s സബ്ഷെൽ ഹാസ് മോർ എനർജി ദാൻ 2p സബ്ഷെൽ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴും. ഇനി ഒരു പരീക്ഷാ ചോദ്യവും കൂടെ തന്നിട്ടുണ്ട്. നിങ്ങൾ 3Dയും 4Sഉം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി 3D എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 3ക്ക് ഇതിനകത്ത് n വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. l വാല്യൂ ഡിക്ക് എല്ലാ l വാല്യൂ 2 ആണ്. n+l എന്ന് പറയുന്നത് 3ഉം 2ഉം 5 ആണ്. 4ന് n വാല്യൂ നോക്കുമ്പോഴേ കാണാം 4. l വാല്യൂ മാത്രമേ ആലോചിച്ചിട്ട് എഴുതേണ്ടതുള്ളൂ. അത് എഴുതാൻ ടീച്ചർ എളുപ്പപ്പണി കൂടെ പറഞ്ഞു തരാം. എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 മുതൽ 1, 2, 3 എന്ന് അങ്ങനെയല്ലേ പോണത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ എപ്പോഴും പഠിച്ചു വെച്ചേക്കുക. 0 എന്ന് പറഞ്ഞാൽ എസ്, 1 എന്ന് പറഞ്ഞാൽ പി, 2 എന്ന് പറഞ്ഞാൽ ഡി, 3 എന്ന് പറഞ്ഞാൽ എഫ്. ഇനി നമുക്ക് ഇവിടെ എസ് കണ്ടു. എസ് കണ്ടതോടെ l ഈസ് ഈക്വൽ ടു 0 എന്ന് എടുത്തു. n+l ഈസ് ഈക്വൽ ടു 4+0 4 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് തീർച്ചയായും അറിയാം 3Dക്കാണ് കൂടുതൽ എനർജി. ഈ നിയമം അനുസരിച്ച് n+l നിയമം അനുസരിച്ച് 4Sന് ചെറിയ എനർജി, 4Sന് അത് കൂട്ടിപ്പോൾ 4 അല്ലേ കിട്ടിയുള്ളൂ. 4s സബ്ഷെൽ ഹാസ് ലെസ്സർ എനർജി, കുറഞ്ഞ എനർജിയാണ് 3Dക്ക്. അതുകൊണ്ട് സബ്ഷെൽ തുടങ്ങുന്നൊക്കെ 3 കൂട്ടിയൊക്കെ ആണെങ്കിലും ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന 4Sൽ ഫില്ല് ചെയ്തിട്ടാണ് 3Dയിൽ ഫിൽ ചെയ്യുന്നത്. കാര്യമായിട്ടൊന്നും ബുദ്ധിമുട്ടുള്ള ഭാഗമല്ല. ഇവിടെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ സബ്ഷെല്ലുകളുടെയും പേരുകൾ കാണുമ്പോൾ 3D, 4s എന്നിങ്ങനെ സബ്ഷെല്ലുകൾ കാണുമ്പോൾ n+l നിയമം ഉപയോഗിച്ച് അവയിൽ ഏതിനാണ് ഹൈ എനർജി, രണ്ടും കൂടെ കൂട്ടുമ്പോൾ കൂടുതൽ നമ്പർ ഏതാണോ അതിനാണ് ഹൈ എനർജി. അത്രയേ ഉള്ളൂ. ഇനി 1s മുതൽ നമുക്കറിയേണ്ട 10ാം ക്ലാസ്സിലുള്ളവർ അറിയേണ്ട ഷെല്ല് വരെ ഏറ്റവും കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എഴുതിയ ഒരു ലിസ്റ്റ് അടുത്ത പേജിലുണ്ട്, നോക്കാം. ഇതാണ് ആ ഓർഡർ. സബ്ഷെല്ലിൻ്റെ അസെൻഡിങ് ഓർഡർ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഏറ്റവും കുറഞ്ഞ എനർജിയുള്ള 1s, 2s, 2p, 3s, അത് കഴിഞ്ഞ് വരാൻ പോണത് 3p, അത് കഴിഞ്ഞ് 4s ആണ് അത് കഴിഞ്ഞ് വരുന്നത്. അത് കഴിഞ്ഞാണ് 3D വരുന്നത്. അത് കഴിഞ്ഞ് 4p വരെ വരുന്നു. ഇപ്പോൾ ഈ ഓർഡർ നിങ്ങൾ മറക്കാതെ പഠിച്ചു വെക്കണം. അതൊന്ന് കണ്ടെത്താൻ വേണ്ടി 1s ഒറ്റ നിരയിൽ എഴുതി, 2വിൻ്റെ ഷെല്ലുകളായ 2s, 2p ഒറ്റ നിരയിൽ എഴുതി, പിന്നെ 3s, 3p, 3D ഒറ്റ നിരയിൽ എഴുതി. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇത് കണ്ടുപിടിക്കാമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഉണ്ട് 1s എന്നൊരു വഴി കയറി ഇങ്ങനെ വന്ന് 2s, പിന്നെ വഴി കയറുന്ന 2p, 3s എന്ന് പറഞ്ഞാൽ 3p കഴിഞ്ഞ് 4s വരുന്നതെന്ന്, അത് കഴിഞ്ഞ് 3D വരികയുള്ളെന്നൊക്കെ. അതൊക്കെ പോട്ടെ, നമുക്കങ്ങനെ വരച്ച് കണ്ടെത്തണമെന്നില്ല. ഇവിടം വരെ ഒരു കൺഫ്യൂഷനില്ല. 1s, 2s, 2p, 3s, 3p ഇവിടം വരെ കൺഫ്യൂഷനില്ല. 3p കഴിഞ്ഞാൽ 4sനാണ് പിന്നെ കുറഞ്ഞ എനർജി ഉള്ളതെന്നും, അത് കഴിഞ്ഞ് 3D വരെ 3p കഴിഞ്ഞ് 3D ഇവിടെ വന്ന് കയറിയല്ലോ, പിന്നെ 4s, 4p. ഒരു 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇവിടെ വരെയുള്ള എനർജി ലെവൽ പഠിക്കാനേ ഉള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി മുന്നോട്ടൊന്നും പഠിച്ചു പോകാനായിട്ട് ഇല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് വരെ ഇപ്പോൾ പഠിച്ചാൽ മതി. ബാക്കിയുള്ളവ ഹയർ സ്റ്റഡീസ് +1ലും +2ലൊക്കെ ചെല്ലുമ്പോൾ പഠിക്കാം. ഇത് നമ്മൾ നല്ലോണം ഓർത്തിരിക്കേണ്ടതാണ്. ഇതെങ്ങനെ കണ്ടുപിടിച്ചു? നമ്മൾ n+l റൂൾ ഉപയോഗിച്ചുകൊണ്ട് ആർക്കാണ് എനർജി കൂടുതൽ കുറവ് എന്ന് വെച്ചുകൊണ്ട് കണ്ടെത്തിയതാണ് ഈ ഒരു ഇത്. ഇനി നമ്മൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓരോ ആറ്റത്തിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവുകയാണ്. പണ്ട് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8 അങ്ങനെ പറയുന്ന ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിരുന്നു. ഇത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് 10ൽ നമ്മളോട് പരീക്ഷകളിൽ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തേത് തന്നെ അങ്ങ് തുടങ്ങാം.
ഒന്നാമത്തെ ചോദ്യമായിട്ട് തന്നെ തുടങ്ങുക. ദി സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ. കാരണം ഹൈഡ്രജൻ അല്ലേ ഏറ്റവും ചെറുത്. അപ്പോൾ ടീച്ചർ പ്രത്യേകമായിട്ട് ഇവിടെ എഴുതുകയാണ്, ഹൈഡ്രജന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നാണ് ആറ്റോമിക് നമ്പർ. അതിന് 1s ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അതിൽ ഒരു ഇലക്ട്രോൺ. അതുകൊണ്ടാണ് 1s1 എന്നൊക്കെ ഇവർ പറഞ്ഞേക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെ എഴുതുകയാണ്. ഇനി ഹീലിയത്തിന്, അപ്പോൾ ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ അറിയണം. അത് ഈ 2 താഴെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 ഇലക്ട്രോണേ ഉള്ളൂ. ആ 2 ഇലക്ട്രോൺ ഒന്നാമത്തെ ഷെല്ലിലെ എസ്സിലാണ് ആ 2 ഇലക്ട്രോണും ഫില്ല് ചെയ്തത്. ഇനി ഒരു ഇലക്ട്രോണും കൂടെ വരുന്ന ഏതെങ്കിലും ആറ്റം വന്നാൽ അടുത്ത ഷെല്ല് എടുക്കേണ്ടി വരും. കാരണം എസ്സിൽ 2 ഇലക്ട്രോണേ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് ലിഥിയത്തിൻ്റെ കൂടി നോക്കാം. ലിഥിയത്തിൻ്റെ നോക്കൂ. ലിഥിയത്തിന് ഒന്നാമത്തെ ഷെല്ലിൽ 1s ആണ്, അതിൽ 2 എണ്ണം വന്നു. അപ്പോൾ ഒരു ഇലക്ട്രോൺ മിച്ചമുണ്ട്. ആറ്റോമിക് നമ്പർ നോക്കിയിട്ടാണ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുന്നത്. ഇലക്ട്രോൺ ആണ് ഇവിടെ എഴുതുന്നത്. അടുത്തതായിട്ട് നമ്മൾ 2s എടുത്തു. ചേർത്ത് എഴുതിയാലും മതി കേട്ടോ. നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ 2s എടുത്തിട്ട് അതിൽ മിച്ചം വന്ന ഒരു ഇലക്ട്രോണും കൂടെ ചേർത്തു. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് വായിക്കുന്ന എങ്ങനെയാണ്? 1s2 2s1. ഇലക്ട്രോൺ മൊത്തം ആയോ എന്നറിയാൻ വേണ്ടി ഈ മുകളിൽ എഴുതുന്ന നമ്പർ ചെറുതാക്കി വേണം, അല്ല നേരെയൊന്നും അല്ല. മുകളിൽ വലതുവശത്ത് മുകളിൽ ചെറുതായിട്ടാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം സൂചിപ്പിക്കുന്നത്. 2 1 3. അപ്പോൾ അത് കൃത്യമായി. നമുക്കിനി ഇവിടെ നമ്മൾ പഠിച്ചോ, നമുക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ 10 വരെയുള്ള ഇലമെൻസിൻ്റെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് എഴുതിയാലോ? ബെറീലിയം 4, ആറ്റോമിക് നമ്പർ 4 ആണെങ്കിൽ അതിന് 4 ഇലക്ട്രോൺ ഉണ്ടാകും. അതാണ് ഇവിടെയും പറഞ്ഞത്. ലിഥിയത്തിന് 3 ആറ്റോമിക് നമ്പർ എങ്കിൽ അതിന് 3 ഇലക്ട്രോൺ ഉണ്ടാകും. അത് 1sൽ 2 എണ്ണവും 2sൽ 1 എണ്ണവും. ബെറീലിയത്തിന് 1s2, അതുപോലെ തന്നെ 2s2. അപ്പം ഇലക്ട്രോണി മുകളിൽ ചെറുതായിട്ട് 2 2 4, ശരിയല്ലേ? ആ 4 വന്നത് ആറ്റോമിക് നമ്പറിൽ നിന്ന്. ബോറോണിന് 5 ആണ് ആറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ 5 ആണ്. അപ്പോൾ എത്ര വരും? 1s2 2s2. എസ്സിൽ 2 വന്നാൽ പിന്നെ എഴുതാൻ പറ്റില്ല. ഇനിയുള്ളത് അടുത്ത 2s കഴിഞ്ഞാൽ വരുന്ന സബ്ഷെൽ എന്ന് പറഞ്ഞാൽ 2p ആണ്. കാരണം നമ്മൾ 1s 2s 2p, 2ന് 2sഉം 2p ഉള്ളൂ. ഇനി എന്തെങ്കിലും ഇവിടെ നിറഞ്ഞിട്ട് മിച്ചം വരണമെങ്കിൽ 3sലേക്ക് പോകേണ്ടി വരും. പക്ഷേ 2pയിൽ p എവിടെ കണ്ടാലും 6 ഇലക്ട്രോൺ വരെ നിറയ്ക്കാം. അങ്ങനെയാണ് നമുക്ക് നോക്കാം. കാർബണിന് ആറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് ഇലക്ട്രോണും 6 ഉണ്ട്. നമ്മൾ തുടങ്ങുകയാണ്. 1s2, 2 ഇലക്ട്രോൺ തീർന്നു. 6ലെ 2 എണ്ണം. 2s2. അപ്പോൾ അപ്പം മൊത്തം 4 ഇലക്ട്രോൺ എടുത്തു. ഇനി 2p2. അപ്പോൾ 2 4 6 റെഡി ആയില്ലേ? അടുത്തതായിട്ട് നൈട്രജൻ്റേത് 1s2 2s2. ഇനി 2pയിൽ 3, കാരണം 2 2 4 3 7. കണ്ടോ? ഈ ഒരു ഓർഡർ നമ്മൾ ഇതുവരെ പഠിച്ചു വെക്കണം. 2s2 2p 4. അടുത്തത് 1s2 2s2 2p 5. നിങ്ങൾക്ക് കാണാം ഈ ഇലക്ട്രോൺസ് ഇവിടെ ഫ്ലോറിന് 9 ഇലക്ട്രോൺ ആയിരുന്നു. അതുകൊണ്ട് 9 ആറ്റോമിക് നമ്പർ ആയിരുന്നു. അതുകൊണ്ട് 9 ഇലക്ട്രോൺ. ഓരോന്നും ഇങ്ങനെ പറയണ്ടല്ലോ. ആറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും ഇലക്ട്രോൺ ഉണ്ടാകും. അത് 1sൽ 2 കൊടുത്തു. അങ്ങനെ 2 കൊടുത്ത് നിറഞ്ഞ ശേഷം 2s എടുത്തു. എസ് എവിടെ കാണുന്ന അവിടെ 2 ഇലക്ട്രോണേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മിച്ചം 2pയിൽ കൊടുത്തു തുടങ്ങി. 2pയിൽ 6 എത്തുന്നിടം വരെ നമുക്ക് തുടരാമായിരുന്നു. അതുകൊണ്ട് 6 വരെ എത്തിച്ചു. ഇനി നമുക്ക് 11 മുതൽ ആറ്റോമിക് നമ്പർ 11 വരുന്നത് മുതൽ ആറ്റോമിക് നമ്പർ 30 വരുന്നത് വരെ തുടർച്ചയായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അതെങ്ങനെ എഴുതുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു 11 ആറ്റോമിക് നമ്പർ വരുന്നത് സോഡിയമാണ്. അപ്പോൾ 11 മുതൽ 30 വരെ ആറ്റോമിക് നമ്പർ വരുന്ന ഇലമെൻസിൻ്റെ പേര് ഒരു 10ാം ക്ലാസ്സുകാർ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതിപ്പോൾ ഒരു 30 എണ്ണമല്ലേ ഉള്ളൂ. ഇപ്പം നമുക്ക് തുടക്കത്തിലെ ചാപ്റ്ററൊക്കെയാണ്, നല്ല ഉത്സാഹമുള്ള മനസ്സാണ്, നമുക്കങ്ങ് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ 11 ഓരോന്നും ടീച്ചർ കാണിച്ചു തരും. നിങ്ങളൊരു 30 വരെ, 1 മുതൽ 10 വരെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ടായിരുന്നു. ബാക്കി ടീച്ചർ മൊത്തമായിട്ട് പറയുകയാണ്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അടുത്ത പേജിൽ കിടപ്പുണ്ട്. അവിടെ ആകെ പഠിപ്പിക്കുന്നത് നമുക്ക് 30 വരെയുള്ള ഇലമെൻസിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1sഉം 2sഉം ഒക്കെ ഉപയോഗിച്ച് എഴുതുന്ന ഒരു രീതിയാണ്. അത്
എഴുതി ചില സ്ഥലത്ത് വരുമ്പോൾ ചില ആറ്റങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അതുമാത്രം ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യണം. അപ്പോൾ സ്പെഷ്യലുള്ളത് സ്പെഷ്യലായിട്ട് പഠിപ്പിക്കും, അല്ലാത്തത് സാധാരണ പോലെ എഴുതിപ്പോകും. നമുക്ക് അലുമിനിയത്തിൻ്റെ നോക്കാം. അലുമിനിയത്തിനൊക്കെ നമ്മൾ ആ പഠിച്ചു വെച്ച എനർജിയുടെ ഓർഡർ ഏറ്റവും ചെറുത് മുതൽ വലുത് വരെയുള്ളത് 1s, അതുപോലെ തന്നെ അതിൽ 2 ഇലക്ട്രോണ്, 2s 2 ഇലക്ട്രോണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ആണെന്ന് കാണിക്കാനാണ് ടീച്ചർ ഒരു കളർ മാറി എഴുതുകയൊക്കെ ചെയ്തത്. അപ്പോൾ പേനയൊക്കെ മാറി എഴുതിക്കൊണ്ടിരുന്ന സമയം പോകും. അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ എഴുതുന്നില്ല. 1s ഈ 13 ഇലക്ട്രോണിനെ നമ്മൾക്ക് വെക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് 2s കഴിഞ്ഞ് ഉറപ്പായും കുട്ടികൾ 2p ആണ് എഴുതേണ്ടത്. ആ 2pയിൽ നോക്കുക, 13 ഇലക്ട്രോൺ ഉണ്ട്, 4 എണ്ണമേ വെച്ചിട്ടുള്ളൂ. 6 കൂടി വെച്ച 6, ഇപ്പോൾ 10 ഇലക്ട്രോൺ, ഇനി 3 എണ്ണം മിച്ചമുണ്ട്. അതിൽ അടുത്ത് 3s വന്നപ്പോൾ 3 എണ്ണം മിച്ചത്തിലെ 2 എണ്ണം ഇവിടെ വെച്ചു. നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങൾ പലതവണ എണ്ണി നോക്കണം. 2ഉം 2ഉം 4ഉം 6ഉം 10ഉം 2ഉം 12. 12 എണ്ണേ വെച്ചിട്ടുള്ളൂ, ഒരെണ്ണം മിച്ചമുണ്ട്. അത് ഇനി വരുന്നതിലേക്ക് കൊടുക്കണം. 3s കഴിഞ്ഞാൽ അതിനാണ് ടീച്ചർ പറഞ്ഞത് ഒരു ഓർഡർ ഉണ്ട്, അത് എപ്പോഴും പഠിച്ചു വെച്ചേക്കണമെന്ന്. ഇനി നമുക്ക് ഈ പിയിൽ 6 തികയുന്നിടം വരെ നമുക്ക് തുടർച്ചയായിട്ട് എഴുതാൻ പറ്റും. ഒരെണ്ണവും കൂടെ ടീച്ചർ എഴുതുകയാണ് സിലിക്കണ്ടേത്. 1s 2 2s 2 14 എണ്ണം എഴുതണമല്ലോ. നമുക്ക് ഇവിടം വരെയൊക്കെ ആയപ്പോൾ അറിയാമായിരുന്നു 12 എണ്ണമൊക്കെയാണ് വരുന്നതെന്ന്. 2p6 10 ഇലക്ട്രോണേ ഉള്ളൂ, നമുക്ക് 4 എണ്ണോടെ മിച്ചമുണ്ട്. 3s 2ഉം കൂടെ കൊടുത്തു, അപ്പോൾ എത്രയായി? 12 എണ്ണമായി. അപ്പോൾ മനസ്സിലാകുന്നില്ല, എണ്ണി നോക്കിയാണ്. 2ഉം 2ഉം 4ഉം 6ഉം 10ഉം 2ഉം 12. ഇനി 3pയിലേക്കാണ് അടുത്തത് കൊടുക്കുക, കാരണം എസ്സിൽ 2 എണ്ണേ പറ്റുള്ളൂ. അപ്പോൾ 12 എണ്ണം ഉണ്ട്, 14 എണ്ണത്തിൽ 2 എണ്ണമാണ് മിച്ചം, അതിവിടെ കൊടുക്കും. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, പി എവിടെ കണ്ടോ അവിടേക്ക് 6 തികയുന്നേടം വരെ നമുക്ക് കൊടുത്തോണ്ടേയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് 6 തികയുന്നത് എവിടം വരെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഈ 18 ആകുമ്പോഴാകും 6 തികയുന്നത്. അതുവരെ ടീച്ചർ അങ്ങ് കണ്ടിന്യൂസ് എഴുതി വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒരു ബുദ്ധിമുട്ടും വന്നില്ല. നമുക്ക് ഇനി ആ ഇലക്ട്രോൺ ശരിയായോ എന്ന് നോക്കാം. 18 ഇലക്ട്രോണാണ് ആർഗൺ എന്ന് പറയുന്ന ഈ ആറ്റത്തിനുള്ളത്. 2 2 4 6ഉം 10ഉം 2ഉം 12ഉം 6ഉം 18 വന്നത് കണ്ടോ. അപ്പോൾ പിയിൽ നിറഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഈ 3p കഴിഞ്ഞ് ഏത് എനർജി ഏറ്റവും കുറഞ്ഞത് ഏതാണോ അതിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലിസ്റ്റിൽ 3p കഴിഞ്ഞിട്ട് 4s ആണെന്ന് ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. 3p 4s 3d എന്നാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് പ്രത്യേകമായിട്ട് എഴുതി നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരാൻ പോണത്. 1s 2 2s 2 2p 18 വരെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു സ്പീഡ് കുറവും വേണ്ട. 3s 2 3p6. ഇനി ഇപ്പോൾ 18 ഇലക്ട്രോണുകളെ നമ്മൾ കൃത്യമായി വെച്ചിട്ടുണ്ട്. പൊട്ടാസ്യം 19 ആയതുകൊണ്ട് അതിന് ഒരെണ്ണം മിച്ചമുണ്ട്, 18 എണ്ണത്തിലേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഇനി വരാൻ പോകുന്ന 3p കഴിഞ്ഞ് 3s 3p 3d എന്നാണെങ്കിലും 3dയിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് 4sലേക്കാണ് 1 വരിക. അതാണ് ഒരു സ്പെഷ്യലായിട്ടുള്ള ക്യാരക്ടറായിട്ട് തുടങ്ങുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ നമുക്ക് കാൽസ്യത്തിൻ്റെയും കൂടെ നോക്കാം. അതിനുവേണ്ടി കാൽസ്യത്തിന് 1s 2 2s 2 2p6. ഇവിടെയൊക്കെ വേഗത്തിൽ എഴുതാൻ കാരണം എന്താ, ടീച്ചറിന് അറിയാം ഈ 3p6 വരെ വളരെ ഫാസ്റ്റായിട്ട് എഴുതാം. കാരണം 18 ഇലക്ട്രോണിൻ്റെ കാര്യത്തിന് അവിടെ ആ പഠിച്ചു വെച്ചതിനൊന്നും ഒരു മാറ്റവും ഇല്ല. 6 3p6 കഴിഞ്ഞ് 3dയിലല്ല എനർജി കുറവുള്ളത്, 3d കഴിഞ്ഞു വരുന്ന 4sനായതുകൊണ്ട് 4s 2 കൂടി കൊടുത്തപ്പോൾ കാൽസ്യം 20 വരെ ആയി. ഇനി നമുക്ക് മറ്റൊരു ഇതുണ്ടോ, 4sൽ നിറഞ്ഞു. എസ്സിൽ നിറഞ്ഞാൽ നമുക്ക് ഓർമ്മ വേണം 3d, ഇതിനിടയ്ക്കൊരു 3d എഴുതാതെ വിട്ടിട്ടുണ്ടായിരുന്നു. 3dയിൽ ഫില്ലിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് എഴുതാതെ വിട്ടത്. ചില പുസ്തകങ്ങളിൽ 3d ഇട്ടിട്ട് 0 ഇട്ട് വെക്കും, കാരണം അവിടെ ഒരു ബെഞ്ച് പോലെ 3dയുടെ ബെഞ്ച് കിടപ്പുണ്ട്. എനർജി കുറവുള്ളത് 4sനായതുകൊണ്ട് 4sലേക്ക് ഇലക്ട്രോണിനെ കുട്ടികളെ വിടുന്നത് പോലെ വിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഇനി അടുത്ത സെക്ഷൻ എഴുതുന്നത് വളരെ ശ്രദ്ധാപൂർവം നോക്കിയിരിക്കുക. അതിനു വേണ്ടിയുള്ളത് നമുക്ക് ഇവിടം വരെ ഒരു കുഴപ്പവും ഇല്ല. 21ലേക്കാണ് വരുന്നത്. 1s 2 2s 2
2p6 3s2 3p6 വരെ നമുക്ക് കുഴപ്പമില്ല. അടുത്തത് 4s2 എന്ന് പറയുന്നതിൽ പോയി 2 കൂടി നിറഞ്ഞു, അപ്പോൾ 20 ആയി. എന്നാൽ ഇതിനിടയിൽ ഒരു 3D കിടപ്പുണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ആ 3Dയിലേക്കാണ് ഒരെണ്ണം വന്ന് ചേരുന്നത്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, വളരെ ഈസിയാണ്. നമ്മുടെ ഓർഡർ 1s 2s 2p 3p വരെ ഒരു കുഴപ്പമില്ല. 4sൽ നിറഞ്ഞ ശേഷം ഒരെണ്ണം 3Dയിൽ കണ്ടോ. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ട്. ഇങ്ങനെയും എഴുതാം. ഇനി ചിലർ ഈ 4s കഴിഞ്ഞാണല്ലോ ഇതിൽ ഫില്ല് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് 4s2 ശേഷവും 3D1 എഴുതാറും ഉണ്ട്. അപ്പോൾ അതിന് ടീച്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നാൽ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ എഴുതേണ്ടത്. കാരണം ഇങ്ങനെ ചിന്തിച്ചാൽ കുറേ കുട്ടികൾ ഇങ്ങ് വരുന്നു, 21 കുട്ടികൾ ഇങ്ങ് വരുന്നു. അവരുടെ എനർജി കുറഞ്ഞതനുസരിച്ചാണ് ഇരുത്തുന്നത്. ഒന്നാമത്തെ ബെഞ്ച് 1s എന്ന് പേര്, രണ്ടാമത്തെ ബെഞ്ച് ഓരോന്നിനും ഇങ്ങനെ കൃത്യമായിട്ട് ബെഞ്ച് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കൂ. അവിടെ ഒരു പ്രത്യേകമുണ്ട്. 1ൻ്റെ ബെഞ്ചുകൾ ആയ 1s കഴിഞ്ഞിട്ടാണ് 2വിൻ്റെ ബെഞ്ചുകൾ 2sഉം 2pയും എനർജി അനുസരിച്ച് ഇട്ടിരിക്കുന്നത്. 3s 3p 3d എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ കുട്ടികളെ ഇരുത്തുമ്പോൾ 3p വരെ എസ് എന്ന് പറയുന്ന ബെഞ്ചുകൾക്കെല്ലാം 2 ഇലക്ട്രോൺ വീതം അല്ലെങ്കിൽ 2 കുട്ടികളെ വീതം ഇരുത്തി, പിയിലെല്ലാം 6 ഇരുത്തി, ഇവിടെയും 2 ഇരുത്തി. ഇനി ഈ 3p6 വരെ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ 3Dയിൽ എനർജി കൂടിയ കുട്ടികളെ അടക്കിയിരുത്തേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് ഇനി വരുന്ന കുട്ടികളെ 4sൽ 2 പാവം കുട്ടികളെ കൊണ്ട് ഇരുത്തിയിട്ട് എനർജി കൂടിയ കുട്ടികളെ ആ 3D ബെഞ്ചിൽ ഇരുത്താവൂ. സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ച്, ഈ ഭാഗത്ത് സെക്കൻഡ് ലാസ്റ്റ് ബെഞ്ച് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഇരുത്താവൂ. അപ്പോൾ മനസ്സിലായോ? പക്ഷേ ബെഞ്ച് ഇടുന്നത് 3s 3p 3d എന്ന് തന്നെയായിരിക്കും. 3p കഴിഞ്ഞാൽ ചാടി ഇവിടെ 3p6 ആയാൽ 2 ഇവിടെ ചേർത്തിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി എഴുതുമ്പോൾ നമുക്ക് അതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഓർമ്മയോടെ എഴുതി നോക്കാവേ. നമുക്ക് ടൈറ്റാനിയം എന്ന് പറയുന്ന ആറ്റത്തിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. 1s2 നമുക്ക് ഇവിടം വരെ പറന്ന് നിന്ന് എഴുതാവേ. ഒരു വർത്താനം ഒന്നും വേണ്ട. അവിടം വരെ എഴുതുമ്പോൾ എത്രയാകുന്നുണ്ട്? അവിടം വരെ എഴുതിയപ്പോഴത്തേനും 18ആയി. 18ഉം 2 20 2 22 അതിലെ 2 4s2വിലേക്കാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് അതിലെ 2 3d2വിലേക്കും ആഡ് ചെയ്യും. കണ്ടോ? ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആഡിങ്, അങ്ങനെ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഓരോന്നും അത് വെച്ചുകൊണ്ട് എഴുതാം. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ വരും. ഈ 3Dയിൽ ഓരോന്ന് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ സിങ്ക് വരെ എത്തും. പക്ഷേ ഈ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആറ്റത്തെ ടീച്ചറ് ചുമന്ന മഷി കൊണ്ട് എഴുതിയിട്ടേക്കാം. കാരണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ 24 ആറ്റോമിക് നമ്പർ വരുന്നതും അതുപോലെ 29 ആറ്റോമിക് നമ്പർ വരുന്നതും അവർ രണ്ടുപേരും സ്പെഷ്യൽ കേസാണ്. അത് നമുക്ക് എന്താണെന്ന് എഴുതുന്നതിനിടയ്ക്ക് നോക്കാം. അതിൻ്റെ 2ൻ്റെ എഴുതൂല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വനേഡിയമാണ്. നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. 23 ഇലക്ട്രോൺ ആണുള്ളത്. ആറ്റോമിക് നമ്പർ 23 ആയതുകൊണ്ട് ഇവിടെ ഒന്നും എഴുതാൻ സ്പീഡ് കുറവില്ല. ഇവിടെ വേണേൽ മൊത്തം എഴുതി വെക്കാം അല്ലേ, 3p6 വരെ. ഇനി നമുക്കറിയാം 3 ഇവിടെ 18ആയി. 18ഉം 23 നിന്ന് കുറച്ച് വെക്കണം. ചിലർക്ക് അങ്ങനെ സംശയം വരും. അപ്പോൾ ടീച്ചറിന് അങ്ങനെ സംശയം വന്നപ്പോൾ കുറച്ചതാണ്. 18 5 8 5 10 5 ഇലക്ട്രോൺ മിച്ചമുണ്ട്. അതിലെ 4s2 5 ഇലക്ട്രോൺ ഉണ്ടല്ലോ, അതിൽ 2 ഇവിടെ ചേർത്തു. 3Dയിൽ 5ൽ 2 ഇവിടെ ചേർത്തു, 3 ഇവിടെ. ഇനി ശരിയായോ എന്നറിയാൻ നിങ്ങൾ ഇതൊന്ന് കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് 23 കിട്ടും. ഇനി അടുത്തതായിട്ട് ഇവിടെ ടീച്ചർ ഒരു ബ്ലാങ്ക് ഇടുകയാണ്. മാംഗനീസ് ആണ് ടീച്ചർ എഴുതുന്നത്. അത് 1s2 ഒരു പ്രശ്നവും ഇല്ല, 2s2 2p6 3s2 3p6 ഇവിടം വരെ എഴുതാൻ കുട്ടികൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അതിനുശേഷം 2 ഇലക്ട്രോണിനെ ഇവിടെയും കൂടെ കൊണ്ട് വിട്ടു. അതോടുകൂടി 20 ഇലക്ട്രോണിനെ വിട്ടിട്ടുണ്ട്. 5 എണ്ണമാണ് മിച്ചം, 3d5. അടിപൊളിയായിട്ട് മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല.
ഇനി ടീച്ചർ ഇങ്ങനെ എഴുതി സമയം കളയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 1s2 2s2 എന്ന് എഴുതി ബോറടിക്കില്ലേ നിങ്ങൾക്ക്? ടീച്ചറെ നിങ്ങൾക്ക് തന്നെ എഴുതാം അല്ലേ? അപ്പോൾ ആ സ്റ്റാർ ഇട്ട് വെച്ചതിന് എഴുതരുത്. 3p6 വരെ ആയിക്കഴിഞ്ഞാൽ 4s2 എഴുതി കഴിഞ്ഞപ്പോൾ 20 ആയി. ഇവിടെ 26 ഉണ്ടായിരുന്നു. 20 ഇലക്ട്രോണിനെയും ആഡ് ചെയ്തു. കൂട്ടി നോക്കണമെങ്കിൽ കൂട്ടി 2 2 4 6 10 2 12 6 18 18 2 20. ഇനിയുള്ളത് ഇവിടെയും കൂടെ ആഡ് ചെയ്തിട്ട് മിച്ചമുള്ളതിനെയാണ് അവരിവിടെ ചേർക്കുകയുള്ളൂ. ഇനി നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാ 4s2 ഇവിടെ 3d7 വരും. 3d8 വരെ എഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടും കണ്ടോ. ഇവിടം വരെ നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ 3p6 വരെ എഴുതും. അപ്പോൾ ഒന്ന് കൂട്ടി നോക്കാം. ഇവിടുത്തെ മാത്രം ഒന്ന് കൂട്ടുകയാണ്. 2 2 4 4 6 10 10 2 12 12 6 18 18 കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റിലാണ് ആഡ് ചെയ്യുന്നത്. 18 2 20. ഇപ്പോൾ 18 വരെ ഇവിടെ കൂട്ടി വെച്ച് 18 2 20 20 വിട്ട് 28. സന്തോഷമായി. 28 ഇലക്ട്രോണിനെ നമ്മൾ ഈ മോളിൽ ഇങ്ങനെ ഓരോ സബ് ഷെല്ലിൽ കൂടിയും കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നറിയാം. അതുകൊണ്ട് നമ്മൾ ഇതാണ് എഴുതുന്നത്. 1s2 2s2 ലാസ്റ്റത്തെയും കൂടെ എഴുതുന്നത് 2p6. അവിടെ ഇതൊന്നും എഴുതുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണ് ഇത്രയും നേരം വന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് തോന്നുന്നു യാതൊരു ബുദ്ധിമുട്ടും വന്നില്ലെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടം വരെ 18 18 2 20 നമുക്ക് 30 വേണ്ടത്. അപ്പോൾ 3Dയിൽ 10. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡിയിൽ 10 ഇലക്ട്രോണാണ് മാക്സിമം പറ്റുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചവരാണ്. 10 ഇലക്ട്രോണാണ് മാക്സിമം പറ്റുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഡി ഷെല്ലിൽ 10 ഇലക്ട്രോൺ മാക്സിമം വന്നു കഴിഞ്ഞാൽ ആ ആറ്റത്തിന് ചില കാര്യങ്ങളൊക്കെ വലിയൊരു സന്തോഷമെന്ന് പറയില്ലേ എന്ന് പറഞ്ഞാൽ അതിന് നല്ല സ്റ്റെബിലിറ്റിയാണ്. സന്തോഷമൊന്നും നമുക്ക് കെമിസ്ട്രിക്ക് പരീക്ഷയ്ക്ക് എഴുതിക്ക് വെക്കാൻ പറ്റിയല്ലോ. D10 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റലാണ് ആ സമയത്ത്. അപ്പോൾ അത് നല്ലൊരു സ്റ്റെബിലിറ്റിയാണ്, നല്ല സ്ഥിരതയാണ്. നല്ല സ്ഥിരതയുള്ള കുട്ടിയാണെന്ന് പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ നല്ല സ്ഥിരതയാണ്, നല്ല സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെ എഴുതാലേ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണ് ഈ D10 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ വരുന്ന ഓരോ ഇലമെൻറ്റിനും. അതുകൊണ്ട് ഈ കോപ്പറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വരും. ഇവിടെ 3p6 വരെ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. റെഡ് കൊണ്ട് എഴുതാമെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നില്ലേ? എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ. 1s2 2s2 2p6 3s2 3p6 അവിടം വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അടുത്തതായിട്ട് ഇവിടെ D10 വരാൻ വേണ്ടി അവർ ഒരു പണി ചെയ്യും. ഇവിടെ D9 എന്നാണ് എഴുതേണ്ടി വരിക. അപ്പോൾ D9 വന്നാൽ സ്റ്റെബിലിറ്റി വളരെ കുറഞ്ഞു. D10 വന്നാൽ ഭയങ്കര സ്റ്റെബിലിറ്റിയും ആറ്റത്തിന് നല്ല കണ്ടീഷനുമാണ്. അതുകൊണ്ട് അവർ ഈ 4sൽ 2 വെക്കുന്നതിന് പകരം രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അതിലെ ഒരെണ്ണവും കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ 9 ആകുമായിരുന്നത് അത് 10 അങ്ങനെ ഒരു സെറ്റപ്പിൽ അങ്ങ് നിൽക്കും. അത് കോപ്പറിൻ്റെ മാത്രം പ്രത്യേകതയാണ്. D10 കിട്ടാൻ വേണ്ടി ഒരു 4s ഇലക്ട്രോണും കൂടി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് ഇവിടെ D10 ആക്കി നിർത്തും. അതിന് മാത്രം 4s1 എന്നാണ് വരുന്നത്. 4s1 എന്നാണ് വരുന്നത്. മനസ്സിലായോ? അപ്പം ഇനി വേറൊരു കഥയും കൂടെ പറയാം. ഇവിടെ കണ്ടോ നിങ്ങൾ D5 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ. D10ൻ്റെ കൃത്യം പകുതിയല്ലേ? ആ D5 എന്ന കോൺഫിഗറേഷൻ വരുന്ന ഇലമെൻസിനും ഭയങ്കരമായ സ്റ്റെബിലിറ്റിയാണ്, മോർ സ്റ്റെബിലിറ്റി. അതുകൊണ്ട് ഈ ക്രോമിയവും അതിനു വേണ്ടി ആഗ്രഹിക്കും. ആ കക്ഷിയും ഇവിടെ D4 വരുന്ന സമയത്ത് D5 ആകുന്ന ഹൈ സ്റ്റെബിലിറ്റി ആണെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ അങ്ങ് സ്വീകരിക്കും. അപ്പം നമുക്കൊന്ന് അതൊന്ന് എഴുതി നോക്കാം. 3p6 വരെ എഴുതുന്നതിന് വീണ്ടും പറയേണ്ടതൊന്നുമില്ല. എല്ലാം ഒരുപോലെ എഴുതുന്ന അക്ഷരങ്ങൾ മാറാതിരുന്നാൽ മതി. 3p6 വരെ എഴുതി. ഇനി നമ്മൾ 3Dയിൽ 4 ഇവിടെ വന്ന് 2 എന്ന് എഴുതി 3D4 എഴുതുന്നതിന് പകരം ഇവിടെ 4s1 3D ആ 1 വന്നതുകൊണ്ട് 3D4 അല്ലേ എഴുതുന്നത്. 5 എഴുതിയാലേ നമുക്ക് കൂട്ടി നോക്കുമ്പോൾ 24 കിട്ടുകയുള്ളൂ. അതെന്തിനാണ്? ഈ സ്പെഷ്യലായിട്ടുള്ളൊരു കോൺഫിഗറേഷൻ വന്നാൽ ക്രോമിയം ആറ്റത്തിന് സ്പെഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അതുകൊണ്ട് ക്രോമിയം ആൻഡ് കോപ്പർ, ക്രോമിയം 24 ആൻഡ് കോപ്പർ 29 ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അത് ഓർത്ത് വെക്കണം. അതിൻ്റെ കാരണവും എല്ലാം പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പഠിക്കാനുണ്ട്.
ഇനി നമുക്ക് പുസ്തകത്തിലെ കാര്യങ്ങൾ കൂടി ഇതേ കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നെ 30 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതും ചിലവയ്ക്ക് വരുന്ന ഒരു പ്രത്യേകതയും കൂടെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുസ്തകത്തിൽ എന്ന് പൂരിപ്പിച്ച് പോണതൊക്കെ ഇഷ്ടമല്ലേ, അതുകൊണ്ടൊന്ന് നോക്കിയിട്ട് ഓരോ പേജിലേക്ക് നോക്കാം. സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ചാർട്ടിൽ അത് എഴുതിയതാണ്. സോഡിയത്തിന് 11 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് ഈ രീതിയിലാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ചാർട്ട് എടുത്തിട്ട് ആ ചാർട്ട് ഒന്ന് ജസ്റ്റ് ബാക്ക് പോയിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതാനായിട്ട് നോക്കുക. മഗ്നീഷ്യം 12 മുതൽ ആർഗൺ 18 വരെ നിങ്ങൾ ആ ചാർട്ട് ടീച്ചർ തയ്യാറാക്കി തന്ന ചാർട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന പൊട്ടാസ്യത്തിൻ്റെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3p കഴിഞ്ഞ് 4s ആകെയുള്ള ഒരു ഇലക്ട്രോൺ വരുന്നത്. കാരണം മോർ എനർജി സബ്ഷെല്ലിന് മോർ എനർജിയാണ് ചോദിച്ചേക്കുന്നത്. മോർ എനർജി വന്നിരിക്കുന്നത് 3d ആണ്. അതുകൊണ്ട് എനർജി കുറഞ്ഞ 4s ഇലക്ട്രോൺ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ എഴുതാൻ പറഞ്ഞു. കാൽസ്യത്തിന് പണ്ടുള്ള രീതിയിലാണ് 2882 എന്നാണ് പണ്ട് എഴുതിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനായിട്ട് എഴുതിയപ്പോൾ നമുക്ക് ആ 3p6 കഴിഞ്ഞിട്ട് 2 ഇലക്ട്രോൺ ആണ് ആകെ ഉള്ളൂ. അത് ഡിയിലോട്ടും കൂടെ കൊടുക്കാനില്ല, 4s തന്നെ തീർന്നു പോയി. 3d ഉണ്ടായിരുന്ന 4s കയറി 2 മിച്ചം നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുമായിരുന്നു. ഇനി അങ്ങനെ വരുമ്പോൾ അടുത്തതായിട്ട് നമ്മൾ എഴുതിയത് തന്നെ സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 21 സ്കാൻഡിയത്തിൻ്റെതൊന്ന് എഴുതാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ ആ എനർജിയുടെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ എഴുതാമെന്ന് അതാണ് ടീച്ചർ പറഞ്ഞത്. ചിലയിടത്തൊക്കെ മാറ്റി എഴുതാറുണ്ട്. 3p6 വരെ നല്ല നേരെ എഴുതി അതിനുശേഷം 4s 2 ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ട് മിച്ചം വന്ന അപ്പോഴേക്ക് 20 ഇവിടെ വരെ വന്നപ്പോൾ 20 21 സ്കാൻഡിയം 21. അപ്പോൾ ഒരു ഇലക്ട്രോണും കൂടെ 3d1ലേക്ക് ഇട്ട 3d1 എന്ന് വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ശരിക്കും പറഞ്ഞാൽ ഓർഡർ ഓഫ് ഷെല്ല് അനുസരിച്ച് ആ ടീച്ചർ പറഞ്ഞില്ലേ കൃത്യമായിട്ട് ഷെല്ല് ബെഞ്ച് കിടക്കുന്ന രീതി അനുസരിച്ച് ഇടുകയാണെങ്കിൽ 3p6 വരെ വന്നിട്ട് 4s2 നിറഞ്ഞ ശേഷം 3dയിലേക്ക് ഒരെണ്ണം മിച്ചമുള്ളത് വന്നു. ആ രീതിയിൽ എഴുതുമ്പോൾ ഇതും ആണ് മോർ കറക്റ്റ്. ഇതും ഒരിക്കലും തെറ്റല്ല, ഇതും ശരിയാണ്. അടുത്ത പേജിൽ നമുക്ക് ബാക്കിയുള്ള ഇലമെൻസിൻ്റെ നമ്മൾ നേരത്തെ തന്നെ ചാർട്ടായി തയ്യാറാക്കിയതാണ്, അതൊന്നുകൂടി പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത പേജിൽ അതുകൂടി നോക്കാം. ടൈറ്റാനിയം 22 വനേഡിയം 23 ഒക്കെ നമ്മൾ ആ ചാർട്ടിൽ എഴുതിയതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അനദർ മെത്തേഡ് കൂടി നമ്മളെ പഠിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ ഒന്നും സ്കിപ്പ് ചെയ്ത് പോകാതെ എല്ലാ ഭാഗങ്ങളും പറഞ്ഞു തരുന്നതിൻ്റെ ഭാഗമായിട്ട് അതുകൂടി പറഞ്ഞു തരികയാണ്. നമ്മുടെ ഒരു ഇലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ സബ്ഷെൽ എഴുതുമ്പോൾ ഈ p6 എവിടെയെങ്കിലും ഒരു p6 ചിലപ്പോൾ 3p6 ആകും, അല്ലെങ്കിൽ 2p6 ആകും. അവിടം വരെ വരുമ്പോൾ അത് ഒരു നോബിൾ ഗ്യാസിന് p6 എന്ന് വന്നാൽ അത് ഏതെങ്കിലും ഒരു നോബിൾ ഗ്യാസ് ആയിരിക്കും. നമ്മുടെ ആദ്യത്തെ ചാർട്ട് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നോക്കുക, നിയോൺ എന്ന് പറയുന്നത് ഒരു നോബിൾ ഗ്യാസ് ആണ്. അത് നമുക്ക് നോബിൾ ഗ്യാസിനെ പ്രത്യേകം ഒന്നൊരു ബോക്സിലിടാം. അതുപോലെ തന്നെ ആർഗണും നോബിൾ ഗ്യാസ് ആണ്. ഈ നോബിൾ ഗ്യാസുകളുടെ പ്രത്യേകത അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എപ്പോഴും p6 അവസാനിക്കുന്നു. നിയോണിനാണ് 2p6 അവസാനിക്കുന്നു. ആർഗൺ എന്ന് പറയുന്ന ഇലമെൻറ്റിനാണെങ്കിൽ 2p6 അപ്പോൾ ടീച്ചർ എപ്പോഴും പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? ഈ ഇവിടം വരെ നമുക്ക് മൊത്തം വളരെ സ്പീഡിൽ എഴുതാമെന്ന് ടീച്ചർ എപ്പോഴും പറയായിരുന്നു. ഒട്ടും തെറ്റിയല്ല. 1s2 2s2 2p6 3s2 3p6 അതുവരെ നമുക്ക് ഈ 30ാമത്തെ ഇലമെൻറ്റ് വരെ നമുക്ക് അടിച്ചു വിട്ടങ്ങ് എഴുതി പോകായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അവിടം വരെ ഒരുപോലെയാണ്. അവിടം വരെ ഒരുപോലെയാണെങ്കിൽ അത് ചുരുക്കി എഴുതി നമുക്ക് ഇതിന് ശേഷം വരുന്നവരുടെ ഓരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ചുരുക്കി എഴുതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടീച്ചർ ഒന്ന് ചുരുക്കി എഴുതി കാണിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പൊട്ടാസ്യം എടുത്തു. ഈ 3p6 വരെ എന്തായിരുന്നു? ആർഗൺ ആയിരുന്നു. അതുകൊണ്ട് ആർഗൺ എഴുതുക. 3p6 വരെ എന്തായിരുന്നു? ആർഗണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരുന്നു. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നതുപോലെ നിങ്ങൾ 3p6 വരെ എഴുതിയതായിട്ട് ആര് കണക്കാക്കും? അതൊരു എളുപ്പ പണിയാണ്.
ഈ ആർഗൺ എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ഇട്ടോടെ 3p6 വരെ നിങ്ങൾ എഴുതി. ഇനി അതിനുശേഷം എന്ത് എഴുതിയാൽ മതി? മിച്ചം 4s1 എന്ന് മാത്രം എഴുതിയാൽ മതി. ഇതാണ് അനദർ മെത്തേഡ്. ഇതിന് തുല്യമാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തത് എങ്ങനെ എഴുതും? ആർഗൺ എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, അതായത് 30 ഇവിടം വരെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 18 എണ്ണം കഴിഞ്ഞു. 18ന് ശേഷം വരുന്ന ബാക്കിയുള്ളത് നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഇതിന് മാത്രമാണ്, ഇതിന് രണ്ടിനുമാണ് സ്പെഷ്യൽ. കാരണം 3D ഇല്ലാതെ പോയ 2 ആറ്റങ്ങളായിരുന്നു. ബാക്കി എല്ലാം സന്തോഷമായിട്ട് നമുക്ക് ആർഗൺ കഴിഞ്ഞിട്ട് 3D ഫോറസ്റ്റ് എഴുതാം. അപ്പം നമുക്ക് സ്കാൻഡിയം മുതൽ ടൈറ്റാനിയം വരെ നമുക്ക് മറ്റൊരു ചാർട്ട് തയ്യാറാക്കി എളുപ്പ രീതിയിലൊന്ന് തയ്യാറാക്കാം. 21 ആറ്റോമിക് നമ്പറുള്ള സ്കാൻഡിയത്തിൻ്റെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആർഗൺ ഇട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നതോടുകൂടി അവിടെ എത്ര എണ്ണം തീർന്നു? 18. നമ്മുടെ മനസ്സിൽ 18 തീർന്നു എന്ന് ഉറപ്പിക്കണം. അത് 3p6 വരെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു വെക്കണം, ആർഗൺ കഴിഞ്ഞാൽ, അല്ലാതെ മൊത്തം എഴുതി നോക്കിയിട്ടല്ല, 3d4s എന്നാണ് പിന്നെ വരാൻ പോകുന്നത്. അപ്പോൾ 18 എണ്ണം തീർന്നെങ്കിൽ നമുക്കറിയത്തില്ല, സൈഡിലിട്ട് കുറച്ച് കണ്ടുപിടിക്കണം. ഒരെണ്ണം ചെയ്യുക, 21 - 18 ചെയ്യണം. കാരണം 18 ഇവിടെ തീർന്നു. 18 അപ്പോൾ എത്ര കിട്ടി? 8ഉം 3ഉം 11, 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 3ൽ 2 ഇവിടെ കൊടുത്തു, 1 ഇവിടെ എഴുതി. അടുത്തായിട്ട് ടൈറ്റാനിയം എടുക്കുന്നു. ആർഗൺ എടുത്ത് സ്ക്വയർ ബ്രാക്കറ്റിലൂടെ 22ലെ 18നെ എളുപ്പ വഴിയിൽ എഴുതി. ഇനി നമ്മൾ പഠിച്ചു വെക്കണം, ആർഗൺ കഴിഞ്ഞാൽ വരുന്നത് 3d4s ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 4 ഇലക്ട്രോൺസ് ആണ് മിച്ചം വന്നേക്കുന്നത്. 4 ഇലക്ട്രോൺസ് മിച്ചം വന്നതിലെ 2 എണ്ണം ഇവിടെ, 2 എണ്ണം ഇവിടെ. ഇനി അടുത്തത് ആർഗൺ ഇവിടെ വന്നു. അതോടുകൂടി 23ൽ 18 എണ്ണം തീർന്നു. ഇനി നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്, 3d4s ആണ് വരുന്നത്. 2 എണ്ണം ഇവിടെ തീർന്നു കഴിഞ്ഞാൽ 18ഉം 5ഉമാണ്, മിച്ചം 3. പിന്നെ ഒരു ടീച്ചർ എളുപ്പ പണിയും കൂടെ പറയാം. ഇതിങ്ങനെ ആദ്യം മനസ്സിലാക്കി വെക്കുക. ആർഗൺ 3d4s എന്നുള്ള ഒരു പാറ്റേൺ ആണ്. 21 ആണ് 3d1, 22 ആണെങ്കിൽ 3d2, 23 ആണെങ്കിൽ 3d4. പക്ഷേ ക്രോമിയം സ്പെഷ്യലാന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് 3d4 എന്ന് എഴുതാൻ പോകരുത്. കാരണം ആർഗൺ ഇട്ടപ്പോൾ 18 എണ്ണം അവിടെ തീർന്നു, അതൊക്കെ സമ്മതിച്ചു. ഇനി നമുക്ക് 6 ഇലക്ട്രോൺസ് മിച്ചമുണ്ട്. 6 ഇലക്ട്രോൺസിൽ ഒരെണ്ണം മാത്രം ഇവിടെയും 3d5 ആണ് ഇവിടെ വരാൻ പോകുന്നത്. മാംഗനീസ്, ആർഗൺ 3d4s എന്ന് നമുക്കറിയാം, ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. 25 ആണെങ്കിൽ ഇവിടെ 2ഉം ഇവിടെ 5ഉം ആയിരിക്കും. ഇനി കൂട്ടി നോക്കിക്കോ, 5ഉം 2ഉം 7, ഇവിടെ 18 വന്നു, 18 7ഉം നമ്മുടെ 25 ആറ്റോമിക് നമ്പർ. ഇനി ബാക്കി മുഴുവൻ അങ്ങനെ എഴുതത്തില്ലേ? ഇനി ഇതിങ്ങനെ എഴുതി കഷ്ടപ്പെടണോ? അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. റെഡ് വെച്ചങ്ങ് എഴുതാം അല്ലേ? ആർഗൺ 3d4s. ഇവിടെ നമുക്ക് ആർഗണിൽ 18 എണ്ണം തീർന്നു. പിന്നെ 11 ഇലക്ട്രോൺ ആണ് മിച്ചമുള്ളത്. സംശയം ഉണ്ടെങ്കിൽ കുറച്ച് നോക്കണം. എങ്ങനെ, ഇതിൽ നിന്ന് കുറയ്ക്കും? 18 എണ്ണം ഇവിടെ എടുത്തു, 29ൽ നിന്ന് 18 കുറയ്ക്കുക, അപ്പോൾ നമുക്ക് 11 കിട്ടും. 11ൽ 1 മാത്രം ഇവിടെ, 10 ഇവിടെ. ബാക്കി എല്ലാവർക്കും 2 ആണ് ഇവിടെ വരിക. ഇനി നമുക്ക് ഇവിടെ നോക്കാം, 30 അല്ലേ? ആർഗൺ 18 ഇവിടെ തീർന്നു, 3d4s എന്നാണ് പിന്നെ വരിക. അതിലെ 2 ഇവിടെ, 10 ഇവിടെ. കണ്ടോ? ഇനി ഇത് നിങ്ങൾ കൃത്യമായിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്യുക. ആർഗൺ എന്ന് വരും. ഇവിടെ 3d6 3d7 3d8 എന്ന് വന്ന് ഈ ചാർട്ട് കംപ്ലീറ്റ് ആകും. അതുപോലെ ചെറിയ ആറ്റങ്ങളായ സോഡിയത്തിന് 11 ആയിരുന്നു. ആ സോഡിയത്തിൻ്റെ 2p6 വരെ നിയോൺ ആണ് വരുന്നത്. ടീച്ചർ പറഞ്ഞായിരുന്നല്ലോ, p6 വരുന്നിടത്തൊക്കെ നോബിൾ ഗ്യാസ് ആണ്. അങ്ങനെയാണ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോഡിയത്തിൻ്റെ എഴുതാം. സോഡിയം ചെറുതാണ്, നിയോണിന് 10 എണ്ണം അതിൽ പോയി. ഇവിടെ കഴിഞ്ഞ 3s1 ആണെന്ന് എല്ലാവരും ഓർത്തിരിക്കണം. 3s3p എന്ന്, 3s3p. അപ്പോൾ ഇവിടെ 1, അപ്പോൾ 10 1ഉം 11 സോഡിയത്തിൻ്റെതായി. പൊട്ടാസ്യത്തിന് 19 ആയിരുന്നു ആറ്റോമിക് നമ്പർ. അപ്പോൾ ആർഗൺ, അപ്പോൾ ചിലർക്ക് ടീച്ചർ പഠിപ്പിച്ച രീതിയിൽ തന്നെ 3d4s എന്ന് എഴുതാനായിട്ട് അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആർഗൺ 18 എടുത്ത് മിച്ചം 1 ഇവിടെ ചേർക്കുകയുള്ളൂ.
ഒരെണ്ണം ഇപ്പം തന്നെ 18 ഒന്നും 19 ആയി കഴിഞ്ഞു. 3Dയിൽ ചേർക്കാൻ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ നമുക്കവിടെ 0 കൊടുക്കാം. 0 കൊടുത്ത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആർഗൺ 4s1 എന്ന് കൃത്യമായിട്ട് എഴുതുക. അടുത്തതായിട്ട് നമ്മളോട് ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഈ ഭാഗം തീരുകയാണ്. ക്രോമിയത്തിനും കോപ്പറിനും പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്രോമിയത്തിൻ്റേത് നമ്മളും ഇതിനു മുമ്പ് തന്നെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് കോപ്പറിൻ്റേതും അതുപോലെ സ്പെഷ്യലായിട്ട് അടുത്ത പേജിലുണ്ട്. കാരണവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഡി ഷെല്ലിൻ്റെ ഹാഫ് ഫിൽ എങ്ങനെ എഴുതുമെന്ന് വെറുതെ ചോദിച്ചു. D10 ആണ് ഫുൾ ഫില്ല്, D5 ഹാഫ് ഫില്ലാണെന്ന് നമ്മൾ എഴുതി. പിന്നെ അതിൻ്റെ കാരണം ഇവിടെ നല്ല വൃത്തിയായിട്ടുള്ള സെൻറ്റൻസിൽ എഴുതിയാലേ മാർക്കുകളൂ കിട്ടുകയുള്ളൂ. കംപ്ലീറ്റ്ലി ഫിൽഡ് കോൺഫിഗറേഷൻ D10ഉം ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ D5ഉം മോർ സ്റ്റേബിൾ ദാൻ അതർ കോൺഫിഗറേഷൻ. അത് ഇത്ര എഴുതി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ സ്പെഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നിരിക്കുന്നത്. ഇത്രയൊന്നും നിങ്ങൾ വാരി വലിച്ച് പറയേണ്ട. നിങ്ങൾക്ക് കാര്യം നിങ്ങൾ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും സ്പെഷ്യലായിട്ട് എഴുതിയിട്ട് ഇതാണ് കാരണം എന്ന് എഴുതി. ഇപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഇനി നോക്കിക്കേ, ഇനി നിങ്ങൾ കോപ്പറിൻ്റെ കൂടി ഒന്ന് അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുതൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ കോപ്പറിൻ്റെ എഴുതാൻ പഠിച്ചതാണ്. കോപ്പറിൻ്റേതും പ്രത്യേകമായിട്ട് എഴുതി. അതിന് 4sൽ 2 കാണുകയില്ല, അതൊന്ന് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ വീണ്ടും ഇതേ കാര്യം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ, ഇനി ആദ്യം പഠിച്ച സെൻറ്റൻസിന് ഇഷ്ടം തോന്നിയില്ലെങ്കിൽ സബ്ഷൽ ഇലക്ട്രോണിക് ക്രോമിയം ആൻഡ് കോപ്പർ ഹാഫ് ഫിൽഡ് ആൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഷോ ഗ്രേറ്റർ സ്റ്റെബിലിറ്റി, നല്ല സ്റ്റേബിളാണ് എന്ന് കൃത്യമായിട്ടും എഴുതി വെക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ കോൺഫിഗറേഷനിൽ നിന്നും നമ്മുടെ പുസ്തകത്തിൽ പീരിയോഡിക് ടേബിൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ പീരിയോഡിക് ടേബിളിൽ ഓരോ ആറ്റങ്ങൾ ഓരോ സ്ഥലത്തിരിക്കാൻ കാരണമുണ്ട്. ഓരോ ബ്ലോക്ക് നമ്മൾ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ആറ്റം കിട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ അതിൻ്റെ ബ്ലോക്കും അതിൻ്റെ കൃത്യമായ ഗ്രൂപ്പുകളും അതിൻ്റെ പീരീഡും ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് പറ്റണം. അത് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അടുത്ത ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ അറിയാം, ഒരാറ്റത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ അറിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറയേണ്ടി വരും? ബ്ലോക്ക്, അതേത് ബ്ലോക്കിലാണ്, അതിൻ്റെ ഗ്രൂപ്പ് ഏത്, അതിൻ്റെ പീരീഡ് ഏത്. അടുത്ത ക്ലാസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ടും നമ്മുടെ 4 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഹൗ ടു ഫൈൻഡ് ബ്ലോക്ക്, ഗ്രൂപ്പ് ആൻഡ് പീരീഡ് എന്ന് വരുന്നതാണ് അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ ക്ലാസ്. പതിവ് പോലെ ഒരു സിമ്പിൾ പക്ഷേ കൃത്യമായും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് നമ്മുടെ ക്ലാസ് എപ്പോഴും അവസാനിക്കുന്നത്. വിച്ച് ഹാവ് ലെസ് എനർജി, 3D ഓർ 4s, ഏതിനാണ് കുറഞ്ഞ എനർജി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? സയൻസിൻ്റെയും അങ്ങനെ ഏത് വിഷയത്തിൻ്റെ ആണെങ്കിലും ക്ലാസ്സുകൾ കാണുമ്പോൾ വെറുതെ ഒരു വീഡിയോ കണ്ടു പോകുന്നത് പോലെ ക്ലാസ് ഇങ്ങനെ കേട്ടു, ടീച്ചർ പറയുന്നതൊക്കെ കേട്ടു, അങ്ങനെയല്ല. ഒപ്പം പറയുക, എഴുതുക, വീണ്ടും വീണ്ടും കാണുക. അങ്ങനെ നന്നായിട്ട് പഠിച്ച് ഉറപ്പിക്കുക. നമ്മൾ കണ്ടത് പഠിച്ചത് പരീക്ഷയ്ക്ക് എഴുതാതെ പോകരുത്. ആ രീതിയിൽ പഠിക്കണം കേട്ടോ.